റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു മീൻകറിയാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ടേസ്റ്റോടുകൂടി ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഈ മീൻകറി നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. മീൻകറി വെക്കുന്നതിന് ആദ്യം നമുക്ക് സവാളയെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതിട്ട് കൊടുക്കാം. ഒരു 6 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതിട്ട് കൊടുക്കാം. ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി ഒന്നും മൂത്ത് വരണ്ട. ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ആ ടൊമാറ്റോയുടെ പച്ചച്ചുവ മാറുന്നിടം വരെ വീണ്ടും വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ കൂടെ 1 കപ്പ് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. തേങ്ങ ഒത്തിരി വറുത്ത് വരുമൊന്നും വേണ്ട. അതിൻ്റെയും പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് വഴറ്റി കൊടുക്കാം. എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. എന്നാൽ ഒത്തിരി മൂത്ത് പോയിട്ടുമില്ല. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് തണുക്കാനായിട്ട് വെക്കാം. നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊരു മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് വെണ്ണ പോലെ അരച്ചെടുക്കാം. അരപ്പ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് മീൻ കറി വെക്കാം. അതിനായിട്ട് ഞാൻ മീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വീണ്ടും ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. കടുകും ഉലുവായും ഒക്കെ നല്ലതായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വീണ്ടും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. 5 കഷ്ണം ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. 3 പച്ചമുളകും കൂടെ കീറിയതിട്ട് കൊടുക്കാം. ഉള്ളി മുളകും ഒക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരുന്ന അരപ്പ് ചേർക്കാം. നമുക്ക് ആ മിക്സി കഴുകി കുറച്ച് വെള്ളവും കൂടി ഉള്ളത് ഒഴിച്ചു കൊടുക്കാം. ഈ അരപ്പൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമുക്ക് വേറൊരു പാനിൽ ഒരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിതിനകത്ത് ചേർക്കേണ്ട മുളകും മല്ലിപ്പൊടിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മുളകിൻ്റെ ആ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം വീണ്ടും കൊടുത്തോണ്ട് 3 കഷ്ണം പുളി ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. വഴറ്റി കൊടുക്കാം. ഈ വഴറ്റിയ മുളക് പൊടി നമുക്ക് ഈ മീനിൻ്റെ അരപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല തിളച്ച വെള്ളം ഒഴിച്ച് പാൻ കഴുകി ഈ അരപ്പിലേക്ക് ആ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ ഉപ്പൊക്കെ ഇപ്പോൾ ഒന്ന് നോക്കണം. ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട്. നമുക്ക് അടച്ചു വെച്ച് ഈ മീനിൻ്റെ ചാറൊന്ന് തിളപ്പിച്ചെടുക്കാം. ആ മീനിൻ്റെ ഗ്രേവി എല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം. ഞാനൊരു 3/4 കിലോ മോത മീനാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണമൊക്കെ ഒന്ന്
ഇതിൻ്റെ ചാറിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി തവിയിട്ട് ഇളക്കരുത്, നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. അടച്ചു വെച്ച് മീനൊന്ന് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. നമുക്ക് മീൻകറി ഒന്ന് നോക്കാം. ഗ്രേവിയെല്ലാം നല്ല കുറി വന്നിട്ടുണ്ട്, എണ്ണയെല്ലാം തെളിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. മീൻകറി റെഡി ആയിരിക്കുകയാണ്. എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.